ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഓണപ്പരിപാടി കൂടെ ഉണ്ട്. ഇവിടെ പൂനെയിൽ ഓണത്തിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞിട്ടാണ് ഓണപ്പരിപാടികളൊക്കെ വയ്ക്കുക. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തൊരു നമ്മുടെ മലയാളി കൂട്ടായ്മയുടെ തന്നെ ഒരു ഓണപ്പരിപാടി വേറെയുണ്ട്. അപ്പോൾ അതിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതാ പെട്ടെന്ന് താഴത്ത് എന്തോ പാട്ട് പാടുന്ന പോലത്തെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് പൊക്കത്തിൽ പോയി നോക്കിയതാണ് കേട്ടോ എന്താ സംഭവം എന്ന്. ഞങ്ങൾ ടെറസിൻ്റെ മേലെ നോക്കിയപ്പോൾ ഇതേപോലെ പാട്ട് പാടിയിട്ട് എല്ലാവരും പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തോ ഭഗവാന്റെ പാട്ടൊക്കെ ആണെന്ന് തോന്നുന്നു, നമുക്കറിയില്ല. അപ്പോൾ കുറച്ച് നേരമൊക്കെ അത് കണ്ടിട്ട് നിന്ന്. ഇനി ഞങ്ങൾക്ക് വേറൊരു ഓണപ്പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. ഓണം കഴിഞ്ഞിട്ടാണ് ഇവിടെയൊക്കെ ഓണപ്പരിപാടി എന്ന് വെച്ചാൽ ഓണത്തിന് എല്ലാവരും നാട്ടിലല്ലേ. ഇതാ ദേവിക്ക് വണ്ടിയിലിരുന്ന് തന്നെ ഉറങ്ങിപ്പോയി. അപ്പോൾ നല്ല ചെണ്ടമേളവും ബഹളമൊക്കെ കേൾക്കണം. ഒത്തിരി പരിപാടി ഉണ്ടായിരുന്നു. എല്ലാ ഓണപ്പാട്ടൊക്കെ തന്നെയായിരുന്നു കേട്ടോ. നല്ല അടിച്ചുപൊളി പാട്ടും പുതിയതായിട്ടുള്ള ഓണപ്പാട്ടുകളൊക്കെ ഒത്തിരി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ പാട്ട് കേട്ടിട്ട് ഡാൻസും കൂടെ കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഭംഗി കിട്ടുക. പക്ഷേ ഈ കോപ്പിറൈറ്റ് വന്ന കാരണം എനിക്കറിയില്ല ഇനി എങ്ങനെ ചെയ്യുക എന്ന്. കുറേ ആൾക്കാരിങ്ങനെ ആ സോങ് തന്നെ ഇട്ടിട്ടൊക്കെ വീഡിയോ ചെയ്യലുണ്ട്. പക്ഷേ കോപ്പിറൈറ്റ് വന്നാൽ ഇനി അത് വീഡിയോ ഡിലീറ്റായി പോകുമെന്നറിയാത്ത കാരണം ഞാൻ പാട്ടെല്ലാം മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ലതായിരുന്നു കേട്ടോ പരിപാടിയെല്ലാം. ഇവിടെ ഒരാൾ ഭയങ്കര ഡാൻസായിരുന്നു. അവരുടെ ഡാൻസ് കണ്ടിട്ട് ഇവിടെ അതിലും വലിയ ഡാൻസ് കളിയായിരുന്നു ദേവിക്ക്. അവൾ ലൈറ്റൊക്കെ കെടുത്തിയ കാരണം ഇരുട്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര തുള്ളലായിരുന്നു. പാട്ട് കേട്ട അപ്പം തുള്ളണ ആളാണ്. ഭയങ്കര ഡാൻസായിരുന്നു. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സ്റ്റേജ്. നമ്മുടെ ഒരു തിയേറ്ററിൻ്റെ കണക്ക് ആ ഒരു രീതി തന്നെയായിരുന്നു കേട്ടോ. ഓഡിറ്റോറിയം പോലത്തെ അതിൽ ഇപ്പോൾ നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോഴത്തെ ഒരു ഇതാണ്. ഇപ്പോൾ സ്റ്റേജും എല്ലാം അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ നല്ല ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. ഇരിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു. സദ്യയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അവർ നല്ലപോലെ പൈസ മുടക്കിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും സെറ്റും മുണ്ടും പിന്നെന്താ ഓണത്തിൻ്റെ ആ ഒരു ഡ്രസ്സിലിങ്ങിലാണ് എല്ലാവരും വന്നത് കേട്ടോ. എനിക്ക് കുഞ്ഞുള്ളത് കാരണം ഞാൻ സാരിയൊന്നും ഉടുത്തില്ല. ഉടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞിനെയും കൊണ്ടൊക്കെ സാരി ഉടുത്ത് കുറേ നേരം നിന്നാൽ തന്നെ അവനെല്ലാം വലിച്ചു പറിച്ചൊക്കെ കളിക്കുക. കാരണം പിന്നെ ഞാൻ ചുരിദാർ തന്നെയാണ് ഇട്ടുകൊണ്ട് പോയത്. ബാക്കിയുള്ള എല്ലാവരും പിന്നെ ഇവർ ഡാൻസൊക്കെ കളിക്കുന്ന കാരണം കൂടുതൽ ആൾക്കാർ ഹാഫ് സാരി അങ്ങനത്തെ ടൈപ്പും പിന്നെ പുതിയ ടൈപ്പ് സാരികൾ അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതായത് ആണുങ്ങളുടെ ഒപ്പനകളിയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ആർക്കും അങ്ങനെ എന്താ പറയുക ചമ്മലൊന്നുമില്ല. എല്ലാവരും അങ്ങനെ ഒത്തുകൂടിയിട്ട് കളിക്കുന്ന കാരണം അങ്ങനെ ചമ്മലൊന്നുമില്ല. അപ്പോൾ എല്ലാ പരിപാടിയും അടിപൊളിയായിട്ട് നടന്ന് ഞങ്ങൾ കുറച്ച് നേരത്തെ പോകുന്നതെന്ന് വെച്ചാൽ ഇത് കഴിയുമ്പോഴത്തേനും എന്തായാലും വൈകിട്ട് 6-7 മണിയൊക്കെ ആകും. സമ്മാനദാനം എല്ലാം ഉണ്ട്. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് അത്ര നേരം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടൊരു 1 മണിക്കൂറും കൂടെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങളിങ്ങ് പോകുന്നു. അവരൊക്കെ തിരിച്ചു വന്നപ്പോഴത്തേനും താമസിച്ചെന്ന് പറഞ്ഞായിരുന്നു. അപ്പം എന്തായാലും ഈ വർഷത്തെ ഓണപ്പരിപാടിയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ദീപാവലിയുടെ പരിപാടിയുണ്ട്, പിന്നെ ന്യൂ ഇയറിൻ്റെ ഉണ്ട്. അപ്പോൾ ഇനി അതിലാണ് ഇനി അടുത്ത ആഘോഷങ്ങളൊക്കെ വരുന്നത്. എന്തായാലും പുതിയ വെറൈറ്റി ഡ്രസ്സുകളും ആൾക്കാരുടെ പുതിയ പരിപാടികളൊക്കെ കാണുമ്പോൾ ഇതുപോലെയുള്ള ഒരു രസമാണ്. അപ്പോൾ ഞാൻ ദീപാവലിക്ക് ഇനിയിപ്പോൾ ഞങ്ങൾ നാട്ടിലായിരിക്കും. ദീപാവലിയൊക്കെ കഴിഞ്ഞിട്ടേ ഇനി വരത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒത്തുകൂടാം. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക്